ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുന്നത്. സോ അത് നമ്മൾ ഒനിയൻ നല്ലപോലെ ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ യൂസ് ചെയ്യാം. എന്നിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തത്. അതുപോലെ തന്നെ ആ സമയത്ത് നമ്മൾ പ്രോൺസ് ഇങ്ങനെ നല്ലപോലെ ഒന്ന് എന്താ പറയുക ക്ലീൻ ചെയ്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഒന്നിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഫ്രിഡ്ജിൽ ഇച്ചിരി നേരം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തക്കാളി, മല്ലിയില, പിന്നെ കുറച്ച് സ്പൈസസ്, ഹോൾ സ്പൈസസും ഒക്കെ അങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചു. മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഈ പാനിലേക്ക് തന്നെ നമ്മൾ ഈ ചെമ്മീൻ ഇങ്ങനെ എടുത്തിടുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഓയിലിൽ തന്നെയാണ്. അരി നമ്മൾ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിൽ നിന്ന് വാരി വെച്ചു. ഇത് നമ്മുടെ ബിരിയാണി റൈസ്, നമ്മുടെ വയനാടൻ കൈമ റൈസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് തക്കാളിയും മല്ലിയിലയും കുറച്ച് ഓൾ സ്പൈസസൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പച്ചമുളകും കൂടെ ഇടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ കല്ലിൽ. ചെമ്മീൻ നമുക്കൊരു 50% ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ചെമ്മീൻ വറുത്തെടുത്ത ഓയിലിലേക്ക് നമ്മൾ ബാക്കി ചെമ്മീനിട്ടാണ് ഈ മസാല കൊണ്ടത്. ചെമ്മീൻ നമ്മളിങ്ങനെ വറുത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്തു. തക്കാളിയും സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വന്നു മറ്റേ ചെമ്മീൻ വറുത്ത ഓയിലിലെ. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇടാം. നമ്മൾ മല്ലിയിലയാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് ഇച്ചിരി നമുക്ക് തൈരോ അല്ലെങ്കിൽ ലബാനാണ് ഉള്ളത്. അപ്പം ഇച്ചിരി ലബാൻ ഒഴിക്കുകയാണ്. കുറച്ച് വറുത്ത് വെച്ച പനീനും കൂടി ഉണ്ടാക്കി കിടക്കുന്നത്. ചെമ്മീൻ നല്ലപോലെ അങ്ങനെ മസാലക്കകത്ത് കിടന്നുണ്ടാകുന്നുണ്ട്. അതേസമയം നമുക്ക് വേറെ പാനിൽ ചോറുണ്ടാക്കാം. അതിൽ നമ്മൾ നെയ്യ് ഒഴിച്ചു. ചോറ് വേണ്ടിയിട്ടുള്ള അതിലേക്ക് സ്പൈസസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. അതുപോലെ നമുക്ക് ഫ്രൈഡ് ചെയ്ത് ഒനിയനും ഇടാം, നേരത്തെ എടുത്ത് വെച്ചാൽ. ഇനി നമുക്ക് ഒനിയൻ ഇട്ടിട്ടുണ്ട്. ഇനി അരി ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഈ അരി നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ അരി ഇങ്ങനെ വിട്ട് നിൽക്കും, കുഴഞ്ഞൊന്നും പോകത്തില്ല. അപ്പം നല്ല അരിയാണെങ്കിൽ അങ്ങനെ കുഴഞ്ഞു പോകത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുന്നത് നല്ലത്. റോസ്റ്റായി കഴിഞ്ഞപ്പം അതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള രീതിക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഞാൻ 2 ഗ്ലാസ് അരിയായിരുന്നു എടുത്തത്. വെള്ളം നേരത്തെ തന്നെ നമ്മൾ തിളപ്പിക്കാൻ വെക്കുകയാണെങ്കിൽ ആ തിളച്ച വെള്ളം ഒഴിക്കാം കേട്ടോ ഇതിനകത്തേക്ക്. ഇനി നമ്മൾ ഉപ്പൊക്കെ നോക്കണം. ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പ് നോക്കണം. പിന്നെ ചെമ്മീൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുപോലെ ഈ റൈസിലേക്ക് ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഇച്ചിരി. ചെമ്മീൻ്റെ മസാലയൊക്കെ നല്ലപോലെ ഇതായിട്ടോ. ഞാൻ ചെറിയ സ്ലോ ഫ്ലെയറിൽ ഇങ്ങനെ വെച്ചിരുന്നു ചെമ്മീനോട് വേറെ ഒരു ഇതിൽ തന്നെ, തീയിൽ തന്നെ. നമുക്ക് ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ കൂട്ടി വെക്കാം 2-3 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാം. റൈസ് ഏകദേശം വെള്ളം വറ്റി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 90% വെന്തു. ഒരു 90% വെന്തിട്ടുണ്ട്. ഇനി ഈ ചോറ് നമ്മൾ പതിയെ എന്താ പറയുക റൈസിൻ്റെ മുകളിലേക്ക് അങ്ങ് ലെയറായിട്ട് അങ്ങ് ഇടും. പല ലെയറായിട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ ലെയറായിട്ട് തന്നെ ഇടുള്ളൂ. അതിന് മാത്രം റൈസൊന്നുമില്ല. അങ്ങനെ നമ്മൾ റൈസ് ഇതിൻ്റെ മുകളിലിട്ടിട്ട് നമ്മൾ ഇച്ചിരി മല്ലിയിലയും
ഫ്രൈഡ് ചെയ്ത ഒനിയനൊക്കെ ഇട്ടിട്ട് ഒന്ന് ദം ചെയ്തു. ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ സിൽവർ ഫോയിൽ കവർ ചെയ്യും. എന്നിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കും കേട്ടോ. ദം ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. അടിയിലൊരു പാത്രം, അതിൻ്റെ അടിയിൽ ഫ്ലയർ, എന്നിട്ട് നമ്മളൊരു പാത്രം അതിന് മുകളിൽ കല്ലൊക്കെ കയറ്റി വെച്ച് സിൽവർ ഫോയിൽ ഇട്ട് ചെറുതീയിലാട്ടോ വെക്കുക. ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഇനി സമയമായിട്ട് നമുക്ക് നമ്മൾ ദമ്മിട്ടിട്ട് ഒരു 20 മിനിറ്റ് ആയി. നമുക്ക് ഒന്ന് അഴിച്ചു നോക്കാം അങ്ങനെ ഉണ്ടാവും. അപ്പം എങ്ങനെയാണ് നമ്മുടെ റൈസ് ഉള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തി ഇളക്കി നോക്കാം. ഷമീനൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റൈസും അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. ഇനി നമുക്കിത് പിള്ളേർക്ക് കൊടുക്കാം, എന്നിട്ട് നമുക്ക് അവരോട് ചോദിക്കാൻ കഴിയുള്ളൂ. കുഞ്ഞു പിന്നെ എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞേ. നല്ലതാണോ?